ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ളത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉള്ള ചെറിയ ഒരു മസ്ജിദാണിത്. കഴിഞ്ഞ 32 വർഷമായി ഈ പ്രദേശത്തെ എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാവരും ഒത്തുചേരുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊല്ലത്തിൽ റമദാൻ മാസത്തിൽ നടക്കാറുള്ളത്. പ്രദേശത്ത് നിന്ന് പുറം നാടുകളിലേക്ക് പോയിട്ടുള്ള എല്ലാവരും ഈ പരിപാടിക്കായി തൻ്റെ നാട്ടുകാരെ കാണാനും പഴയ കൂട്ടുകാരെ കാണാനുമൊക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സമൂഹ നോമ്പ് തുറ. തുടക്കത്തിൽ ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളെല്ലാം കൂടെ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് എല്ലാ വർഷവും അത് ആളുകൾ അങ്ങ് ഏറ്റെടുക്കുകയും അതിൻ്റെ സംഘാടകരായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർതിരിവുകളോ ഇല്ലാതെ തന്നെ ഹൈന്ദവ സഹോദരന്മാർ തന്നെയാണ് ഇതിൻ്റെ സംഘാടനത്തിലും അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പാനും എല്ലാം. പരിശുദ്ധമായ റംസാൻ മാസത്തിൽ ഈ വ്രതാനുഷ്ഠാനം സമുദായാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഉദാഹരണമാണ്. അതോടൊപ്പം എന്നെപ്പോലുള്ള ഇതര സമുദായാംഗങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന അതിന് തയ്യാറാവുന്ന ഈ സുമനസ്കരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ചെറാമ്പത്ത് സ്രാമ്പിയുടെ മുമ്പിൽ 3 പതിറ്റാണ്ടിലധികം കാലമായി ഇതുപോലുള്ള മതസൗഹാർദ്ദം ഉളുമ്പുന്ന നോമ്പുതുറയും ഒത്തുകൂടലൊക്കെ നടന്നു വരുന്നു. വളരെ നല്ല നിലയിൽ ഈ ഗ്രാമത്തിലെ എല്ലാ സഹോദരനും ഒത്തുകൂടുന്ന നോമ്പുതുറയാണ്. ഒരു 3 പതിറ്റാണ്ടിലധികം കാലമായി ഒരു വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയുടെ കൂട്ടായ്മയുടെ വലിയൊരു പ്രതീകമാണ്. ഒരു ഗ്രാമം മുഴുവൻ ഇവിടെ ഒന്നിച്ച് സന്തോഷത്തോടെ എല്ലാ അതിർത്തികളെയും എല്ലാ മതത്തിൻ്റെയും ചിന്തയുടെയും എല്ലാ അതിർത്തികളെയും ഭേദിച്ചുകൊണ്ട് നമ്മളിവിടെ ഒത്തുചേരുന്നു. ഈ ഒരു സന്തോഷമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഈ ഒരു ഗ്രാമത്തിന് സന്ദേശമാണ് നമ്മൾ ലോകത്തിന് കൊടുക്കുന്നത്. ഇതുപോലുള്ള വേദികളാണ് നമുക്ക് ഒരുക്കാൻ കഴിയേണ്ടത്. ലഹരിക്കെതിരെ പ്രതിജ്ഞ കൂടി എടുക്കുകയാണ്. നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി MLA ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാ ടീമുകളും ഒരുമിച്ച് ഞങ്ങളുടെ ഈ രാഷ്ട്രീയ വേർതിരിവുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഒന്നിച്ച് മുന്നേറുകയാണ്. അതിനുള്ള ഒരു പിന്തുണയുമായി നമ്മൾ ഈ ഗ്രാമത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് ഇന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകില്ല. ഞങ്ങൾ അവനെ ഒറ്റപ്പെടുത്തും. ഞങ്ങൾ ഒന്നാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഈ ലഹരിക്ക് പ്രവേശനമില്ല. അത്തരക്കാർക്കും പ്രവേശനമില്ല. പോരാടുകയാണ് ഞങ്ങൾ. അല്ലാഹു അക്ബർ. ഇഫ്താറുകൾ യഥാർത്ഥത്തിൽ സ്നേഹ കൂട്ടായ്മയാണ്. നമ്മുടെ രാജ്യത്ത് കാലുഷ്യം, സ്പർദ്ധ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ഇഫ്താറുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും വളരെ സ്നേഹത്തോടു കൂടി വളരെ ഒരൊറ്റ മനസ്സായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങളാണ് ഇന്ന് രാജ്യത്ത് ഉണ്ടാകേണ്ടത്. പഴയ കാലത്തുണ്ടായിരുന്ന പോലെ ക്ലബ്ബുകളിലൂടെ ഗ്രാമീണതയിലൂടെ അവരുടെ കളികളും അതല്ലെങ്കിൽ കലാകായിക രംഗത്തൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വീണ്ടെടുക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ സ്ഥിരമായിട്ട് സംഘടിപ്പിച്ചു വരുന്നത്.